കനത്ത മഴയുടെയും റെഡ് അലർട്ടിന്റെയും പശ്ചാത്തലത്തിൽ പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ നടപടികളും ഏകോപിപ്പിക്കുന്നതിനായി അടിയന്തര യോഗം ചേർന്നു. കനത്ത മഴയുടെയും റെഡ് അലർട്ടിന്റെയും പശ്ചാത്തലത്തിൽ നഗരസഭാ പ്രദേശത്ത് അടിയന്തര കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ നടപടികളും ഏകോപിപ്പിക്കുന്നതിനായി പട്ടാമ്പി നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിന് നഗരസഭാ അധ്യക്ഷൻ ടി.പി. ഷാജി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത്. നഗരസഭാ പരിധിയിൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ അടിയന്തര ഇടപെടലുകൾ നടത്തുന്നതിനും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജരാകുന്നതിനും യോഗം തീരുമാനിച്ചു. നഗരസഭാ തലത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനും ഏകോപിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നഗരസഭയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിക്കുന്നതിനും ഇതിനായി പ്രത്യേക ചാർജ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളുടെ പുതുക്കിയ പട്ടികയും ഇവാക്വേഷൻ പ്ലാനും തയ്യാറാക്കുന്നതിനും ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി നിശ്ചയിക്കുന്ന കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ഏത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും അതിനാവശ്യമായ മുൻകൈ എടുക്കാനും മുൻകരുതലെടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും 7 ദിവസവും ഒരുപോലെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കൺട്രോൾ റൂം ഇപ്പോൾ നിലവിൽ താലൂക്കിൽ ആരംഭിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നഗരസഭയിലും ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇലക്ട്രിസിറ്റി കമ്പികൾക്ക് മേലെ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ഏത് സമയത്തും ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തഹസിൽദാർ എല്ലാ ദിവസവും വളരെ കൃത്യമായി ഇത്തരം പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ വെള്ളിയാങ്കല്ല് ഷട്ടർ തുറക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ പട്ടാമ്പിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുഴയിലേക്ക് വെള്ളം കയറുകയോ അതല്ലെങ്കിൽ മറ്റുള്ള നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലേക്കും ഒരു 30,000 രൂപ വീതം നൽകിക്കൊണ്ട് മണ്ണും നീക്കം ചെയ്യാനും അതുപോലെ തന്നെ തോടുകൾ വൃത്തിയാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു മഴക്കാലം കടന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ JCB, ഹിറ്റാച്ചി തുടങ്ങിയ യന്ത്രസാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അപകടകരമായ നിലയിലുള്ള മരങ്ങളും മരച്ചില്ലകളും അടിയന്തരമായി മുറിച്ചുമാറ്റാനും സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാനും യോഗം തീരുമാനിച്ചു. വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ KRFBക്ക് നിർദ്ദേശം നൽകും. പെരിന്തൽമണ്ണ റോഡിൽ അടിയന്തരമായി ഡ്രെയിനേജ് നിർമ്മാണം ആരംഭിക്കാൻ PWDയോട് ആവശ്യപ്പെടും. പട്ടാമ്പി പാലത്തിൽ വെള്ളം കയറുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി അടിയന്തര ഘട്ടങ്ങളിൽ വെള്ളിയാങ്കല്ല് തടയണയുടെ ഷട്ടറുകൾ ഉയർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തി. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് ഫയർഫോഴ്സ് അധികൃതർ യോഗത്തിൽ വ്യക്തമാക്കി. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൌൺസിലർമാർ, റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, KSEB, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ വകുപ്പ്, PWD ഉദ്യോഗസ്ഥർ, നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം, ഹെൽത്ത്, വില്ലേജ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.